Okay. Good morning, all. Good morning, ma'am. Okay. നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ ആണ് ആരംഭിക്കുന്നത്. ഓക്കെ, നമ്മൾ ചാപ്റ്റർ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ കോപ്പി ഉള്ളവര് ജസ്റ്റ് കോപ്പി കയ്യിലെടുക്കുക, ഇല്ലാത്തവര് ചാപ്റ്റർ 9. ഓക്കെ, കോപ്പി കയ്യിലുള്ളവര് കോപ്പി ഒന്ന് എടുത്ത് പിടിക്കുക, അല്ലെങ്കിൽ നമ്മള് സ്ക്രീനിൽ ഒന്ന് നോക്കാട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ. യെസ് മാം. ഓക്കെ, ഇത് ഡിഫറെന്റ്ലി വരുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ICU ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഒക്കെയാണ് പഠിച്ചത് അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് വായിക്കുമ്പോൾ അതിന്റെ മീനിങ് ഒക്കെ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചാപ്റ്റർ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളും കൂടി നമുക്ക് എന്താണ് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ്സസ് ആയിട്ടാണ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ചാപ്റ്റർ 9 ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഉള്ളിലുള്ളത്. നമ്മൾ പറഞ്ഞില്ലേ ഇന്റർ എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സില് അല്ലെ, ഇന്റർ ഔട്ടർ ഒക്കെ പറഞ്ഞില്ലേ, ആ സെയിം മീൻ തന്നെ. ഇൻഡോർ എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള അല്ലെങ്കിൽ അകത്തുള്ള പേഷ്യൻസ്. എങ്ങനെയാണ് ഇൻഡോർ പേഷ്യൻസ് വരുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നോക്കാം, ഫസ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് IPD. നിങ്ങൾ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ലേ എന്താ ഫുൾ ഫോമുകളൊക്കെ പറഞ്ഞില്ലേ, ഷോർട്ട് ഫോംസ് ഒക്കെ വരുന്നത് എക്സാമിന് വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. IPD, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നോക്കാം. ഇൻഡോർ പേഷ്യന്റ് അല്ലെങ്കിൽ IPD മെൻഷൻ ദ ഏരിയാസ് ഓഫ് ദ ഹോസ്പിറ്റൽ where patients are accommodated after being admitted based on doctors' specialist assessment from the outpatient department, എമർജൻസി സർവീസ് ആൻഡ് ആംബുലൻസ് കെയർ അല്ലെ. എന്താണ് അവിടെ അർത്ഥമാക്കുക? അതായത് ഇപ്പോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ അല്ലെ, അങ്ങനെയുള്ള എന്നിവയിൽ നിന്നും ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ആംബുലൻസ് കെയർ അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും ഒരു ഡോക്ടറിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു രോഗികളെ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡോർ പേഷ്യൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വിളിക്കുക. അതായത് ഒരു പെട്ടെന്ന് ഒരു എമർജൻസി കേസസ് വന്നു, അപ്പോൾ ഡോക്ടർ വന്ന് കണ്ടു. ആ ഒരു ഡോക്ടറിന്റെ ഡോക്ടറിന്റെ ആ ഒരു വിലയിരുത്തലിന്റെ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് എന്ന് പറയുക IPD, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. IPD ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക കേട്ടോ. IPD is a part of healthcare facility or hospital where patients are admitted for over 24 hours. And IPD of the hospital is generally equipped with beds, medical equipments, and 24/7 availability of doctors and nurses. അപ്പോ IPD എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. അവിടെ എപ്പോഴാണ് അഡ്മിറ്റ് ചെയ്യുക? അതായത് അഡ്മിറ്റഡ് ഫോർ 24 hours, ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഓൾറെഡി ആ പേഷ്യന്റിനെ അപ്പോൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി IPD ഓഫ് ഹോസ്പിറ്റൽ ജനറലി എക്യുപ്ഡ്, ബെഡ്സ് ഉണ്ടാവും, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടാവും, പിന്നെന്താ 24/7 അവൈലബിലിറ്റി, അതായത് ഫുൾ ടൈം ഡോക്ടേഴ്സ് അവിടെ നഴ്സസും അവൈലബിൾ ആണ്. നമ്മള് നൈറ്റില് ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ആ ടൈമിലൊക്കെ. അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഒക്കെ വരും അല്ലെ. അപ്പൊ അവരുടെ ഒരു സേവനം 24 hours അവൈലബിൾ ആണ്. നെക്സ്റ്റ്, the duration of stay will rely on severity of the patient illness. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാല് എത്ര ഡേയ്സിലാണ് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളത് പേഷ്യൻസിന്റെ ഇൽനെസ്സിനെ അപേക്ഷിച്ചിരിക്കും അല്ലെ. ഓരോരുത്തരുടെ ചിലവർക്ക് ഒരു 5 days അഡ്മിറ്റഡ് ആയി ഓൾറെഡി 5 days ഇഞ്ചക്ഷനും മരുന്നുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ
ഓക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലവർക്ക് എന്താണ്, ചിലപ്പോൾ അതിൽ കൂടുതൽ ഒരു 10 days വരെയൊക്കെ കൂടുതൽ ഒരു മെഡിസിന്റെ ഒരു പീരീഡ് ഉണ്ടാവും അല്ലെ. അപ്പൊ അത് ഓരോ പേഷ്യൻസിന്റെ ഇൽനെസ്സിന് അനുസരിച്ചുകൊണ്ട് ആയിരിക്കും. ഓക്കെ, അതാണ് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് വാട്ട് ഈസ് അഡ്മിഷൻ. നമ്മൾ പറയില്ലേ, അഡ്മിറ്റ് ചെയ്തു, ഇത്ര ദിവസം കിടത്തി, അഡ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്തു. എന്താണ് അഡ്മിഷൻ? ഓക്കെ, എന്താണ് അഡ്മിഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇറ്റ് മീൻസ് അലോവിങ് എ ക്ലയന്റ് ടു സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ഒബ്സർവേഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ഹി ഈസ് സഫറിംഗ് ഫ്രം. അതായത് എന്താണ്, ഒരു ക്ലയന്റിനെ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ നിരീക്ഷണത്തിനും ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണത്തിനും ഡീറ്റെയിൽ ആയിട്ട് അവരുടെ അസുഖം എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഓരോ ടെസ്റ്റുകളിലൂടെയും അല്ലെങ്കിൽ ഓരോ ട്രീറ്റ്മെന്റ്സിലൂടെയും ഡീറ്റെയിൽ ആയിട്ട് രോഗികളുടെ ചികിത്സയുമായിട്ട് ആശുപത്രിയിൽ തുടരാനായിട്ട് ആ പേഷ്യന്റിനെ അനുവദിക്കുക എന്നുള്ളതാണ് അഡ്മിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെ. നമുക്കറിയാം, നോർമൽ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. ഒരു ദിവസം മെഡിസിൻ കൊടുത്ത് വിട്ട് തിരികെ വിടുകയല്ല ചെയ്യുക. ആ ഒരു പേഷ്യന്റിന്റെ ഒരു കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനും അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പേഷ്യന്റിനെ അവിടെ ആ ഹോസ്പിറ്റലിൽ ഇത്ര ഡേയ്സ് തുടരാനായിട്ട് അനുവദിക്കുക. അതാണ് അഡ്മിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ അപ്പോ ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും അഡ്മിഷൻ എന്താണെന്ന്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. എന്തിനാണ്, അതിനൊരു ഉദ്ദേശം ഉണ്ടാവൂലേ. ഈ അഡ്മിറ്റ് ചെയ്യുന്നത് കൊണ്ടൊരു ഉദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ. വെറുതെ ഒരു പേഷ്യന്റിന് ഒരു ഒരു 1 week അഡ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു 7 days അഡ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനൊരു ഉദ്ദേശം ഉണ്ടാവും അല്ലെ. മെയിൻ ആയിട്ട് എന്താണ്, കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും അഡ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പർപ്പസ് ഓഫ് അഡ്മിഷന്റെ പർപ്പസ് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, ഒരാളൊന്ന് വായിക്കാമോ? ഫസ്റ്റ് 3 പോയിന്റ് ഒന്ന് വായിക്കട്ടോ. ഒരാൾ വായിക്കാമോ? ഓക്കെ. To provide immediate care, to provide comfort and safety to the patient. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാമോ? എല്ലാവർക്കും ക്ലിയർ ആണോ? to provide immediate care, to provide comfort and safety to patient. Okay, next to receive the patient in ward for admission as per his condition. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ. എന്താണ് അതിന്റെ മീനിങ്? നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ ലഭിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട്. സെക്കൻഡ് എന്താ പറഞ്ഞത്? ടു പ്രൊവൈഡ് കംഫോർട്ട് ആൻഡ് സേഫ്റ്റി ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിന് കംഫോർട്ട് ആയിട്ടും അല്ലെങ്കിൽ സേഫ് ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നല്ലൊരു ട്രീറ്റ്മെന്റ് തുടരാൻ വേണ്ടി അല്ലെ. പിന്നെ എന്തായിരുന്നു? ടു റിസീവ് ദ പേഷ്യന്റ് ഇൻ വാർഡ് ഫോർ അഡ്മിഷൻ ആസ് പെർ ഹിസ് കണ്ടീഷൻ. അതായത് പേഷ്യന്റിന്റെ ആ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് പേഷ്യന്റിന്റെ വാർഡിലോട്ട് അഡ്മിഷൻ ചെയ്യുക അല്ലെ. അതായത് കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെന്റിന് തുടരാൻ വേണ്ടി തന്നെയാണ് മെയിൻ ആയിട്ട് പറയുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരാൾ വായിക്കാമോ? നെക്സ്റ്റ് ഒരു 4 പോയിന്റ് കൂടി ഉണ്ട്. ഓക്കെ, അടുത്ത ഒരാൾ സ്റ്റാർട്ട് ചെയ്തോ. to be ready for any emergency, to obtain information about the client so as to establish therapeutic nurse-patient relationship. ഓക്കെ, നെക്സ്റ്റ് വായിച്ചോ. 2 പോയിന്റ് കൂടിയല്ലേ ഉള്ളൂ. To involve patient and family in care, to assist patient and family in care. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് പറഞ്ഞത്? ടു ഒബ്റ്റെയിൻ ഇൻഫോർമേഷൻ അബൌട്ട് ദ ക്ലയന്റ് സോ ആസ് എസ്റ്റാബ്ലിഷ് തെറാപ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചികിത്സാപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ ട്രീറ്റ്മെന്റ് പരമായിട്ടുള്ള എന്നുള്ളൊരു മീനിങ്, ട്രീറ്റ്മെന്റിന്റെ ആ ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. പേഷ്യന്റ് നേഴ്സ് ആൻഡ് പേഷ്യന്റ് റിലേഷൻഷിപ്പ് അല്ലെ. അതായത് ടു ബി ഒബ്റ്റെയിൻ, അതായത് ഇൻഫോർമേഷൻസും അവരുടെ വിശദ വിവരങ്ങളൊക്കെ, ക്ലയന്റിന്റെ വിശദ വിവരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് അവരായിട്ട് അല്ലെങ്കിൽ ചികിത്സാപരമായിട്ട് ആ നേഴ്സും പേഷ്യന്റും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവും അല്ലെ. നമ്മള് ഒരു 7 days ഒക്കെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവര് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അങ്ങനെ ആ ഒരു മെഡിസിനും കാര്യങ്ങളും നമുക്ക് കൊണ്ടുതരും അല്ലെ. ഇഞ്ചക്ഷനൊക്കെ നമ്മൾക്ക് ചെയ്യാനായിട്ട് വരും. അപ്പൊ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ അന്വേഷിക്കില്ലേ. ഡീറ്റെയിൽസ് മീൻസ് നമ്മളുടെ രോഗത്തിന്റെ അവസ്ഥ, നമ്മൾ എങ്ങനെയുണ്ട്, റിക്കവറി ആയോ, കുറവുണ്ടോ എന്നൊക്കെ നമ്മൾ, അതായത് ഒരു നേഴ്സും ഒരു പേഷ്യന്റും തമ്മിലൊരു നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെയാണ് അഡ്മിഷൻ ചെയ്യുക. ഓക്കെ, ടു
ഇൻവോൾവ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ. പേഷ്യന്റിനെ മാത്രമല്ലല്ലോ, ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ പേഷ്യന്റിന്റെ ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ ഒപ്പം ഉണ്ടാവില്ലേ, അപ്പൊ അവരെ കൂടി ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യുക. ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ. പരിചരണത്തില് എന്താ, രോഗിയെ മാത്രമല്ല രോഗിയുടെ ഫാമിലിയെ കൂടി ഉൾപ്പെടുത്താൻ, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തെ കൂടിയാണ് ഉൾപ്പെടുത്തുന്നത്. അവരായിട്ടും ഒരു എന്താ പറയാ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് ഈ നഴ്സസിന് ഉണ്ടാകും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അഡ്മിഷൻ ഉദ്ദേശം, അതായത് അഡ്മിറ്റ് ചെയ്യുക എന്നതിന്റെ ഉദ്ദേശം. മെയിൻ ആയിട്ട് എന്താ ഉദ്ദേശം എന്ന് പറയുക, ട്രീറ്റ്മെന്റ് കിട്ടുവാൻ വേണ്ടി അല്ലെ, നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് അഡ്മിഷൻ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് അഡ്മിഷൻ. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള അഡ്മിഷൻ ആണ് വരുന്നത്, എമർജൻസി അഡ്മിഷനും റൊട്ടീൻ അഡ്മിഷനും. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഇനി വായിക്കാത്ത ഒരാളൊന്ന് വായിച്ചേ, എമർജൻസി അഡ്മിഷൻ എന്താണെന്ന്. ഓക്കെ, Emergency clients are admitted with a acute condition requiring immediate treatment. Example, client with a heart attack, accident, poisoning, etc. ഓക്കെ, എന്റെ മീനിങ് ഒന്ന് ക്ലിയർ ആക്കാമോ, വിശദീകരിക്കാമോ? അറിയാവുന്നത് പോലെ പറഞ്ഞാൽ മതി കേട്ടാ. എന്താണോ മനസ്സിലായത് അതുപോലെ പറഞ്ഞു. Emergency admission. Clients are admitted with a acute condition. അതായത് എന്താ, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷനിൽ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിനെയാണ് എമർജൻസി അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. എക്സാമ്പിൾ ആയിട്ട് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ക്ലയൻസ് വിത്ത് ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ്, പോയിസണിങ്. അതായത് ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസ് ആവാം, ആക്സിഡന്റ് സംഭവിച്ച പേഷ്യൻസ് ആവാം, പോയിസണിങ് ഒക്കെ വിഷമൊക്കെ കഴിച്ചിട്ടുള്ള കേസുകളൊക്കെ ആവാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ അത് എമർജൻസി എന്ന് പറയാൻ പറ്റുന്ന നമുക്കറിയാം, ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടണം അല്ലെ, അങ്ങനെയുള്ള ഒരു സെക്ഷൻ ആണ് എക്സാമ്പിൾ പറഞ്ഞത്. എന്താ, ഹാർട്ട് അറ്റാക്ക് വരുന്നത് അല്ലെങ്കിൽ ആക്സിഡന്റ് കേസസ്, നമ്മൾക്ക് എമർജൻസി അല്ലെ ക്യാഷ് അല്ലെങ്കിൽ എമർജൻസി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും അല്ലെ ഹോസ്പിറ്റലില്. അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു ഇതൊക്കെയാണ് എമർജൻസി അഡ്മിഷനിൽ വരുന്നത്. പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട്. അക്യൂട്ട് കണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിശ്ചിതമായിട്ടുള്ള, അതായത് കൃത്യമായിട്ട് അപ്പോൾ തന്നെ സഡൻ എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് അക്യൂട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് റൊട്ടീൻ അഡ്മിഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഒന്ന് വായിച്ചേ. Clients are admitted for investigations and planned treatment and surgeries. എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു? Client with hypertension, diabetes, ബ്രോങ്കിസിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഫക്കെട്ട്, ചുമ, അങ്ങനെ അതായത് ഒരു മാസം 3-4 മാസം ഒക്കെ നീണ്ടു നിൽക്കുന്ന ചുമയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇല്ലേ, കഫക്കെട്ടിന്റെ ബുദ്ധിമുട്ടുകൾ, അതിനൊക്കെ പറയുക. ഓക്കെ, അപ്പോ റൊട്ടീൻ അഡ്മിഷൻ. എന്താണ് റൊട്ടീൻ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇമ്മീഡിയറ്റ് കേസസ് അല്ല. നമ്മള് എമർജൻസിയിൽ പറഞ്ഞു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പെട്ടെന്ന് വരുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കേസസ് ആണ് എമർജൻസി അഡ്മിഷനിൽ വരുന്നത് അല്ലെ. റൊട്ടീൻ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ക്ലയൻസ് ആർ അഡ്മിറ്റഡ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്ലാൻഡ് ട്രീറ്റ്മെന്റ്. അതായത് കുറെ ടെസ്റ്റുകളൊക്കെ നടത്തി അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് കണ്ടുപിടിച്ച് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്തുകൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ആണ് അല്ലെ. ഇപ്പോ ചിലപ്പോ സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് എന്തായാലും അഡ്മിറ്റ് ചെയ്യണം എന്നറിയാം. സർജറി കഴിഞ്ഞ ഉടനെ തന്നെ എന്താണ് ഡിസ്ചാർജ് ചെയ്യില്ലല്ലോ. അപ്പോ അങ്ങനെ വരുന്ന പേഷ്യന്റ്, ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ക്ലയന്റ് വിത്ത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് അല്ലെ. ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻസ്, ഡയബറ്റീസ് അല്ലെ, ഷുഗർ, അങ്ങനെയുള്ള ഡയബറ്റീസ് പ്രോബ്ലംസ്. പിന്നെ പറഞ്ഞ ഈ ബ്രോങ്കിറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ കഫക്കെട്ട്, ചുമ, വിട്ടുമാറാത്ത ചുമക്കില്ലേ, ഇപ്പൊ ഒരാഴ്ച നിൽക്കുന്നതല്ല, ഒരു 2 മാസം 3 മാസമായിട്ടും ബുദ്ധിമുട്ട് മാറുന്നില്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോ ഇവിടെ പ്രധാനമായിട്ടും എക്സാമ്പിളുകൾക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോ ഈ എക്സാമ്പിൾ ഇട്ട് ചോദിക്കും, client with heart attack, accident, poisoning, etc. Identify the type of admission. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ അങ്ങനെ, ഏത് ടൈപ്പ് ഓഫ് അഡ്മിഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓപ്ഷൻസ് തരും. അപ്പൊ നമ്മൾക്ക് എന്താ, മാറിപ്പോകരുതും രണ്ടും തമ്മിൽ. ഓക്കെ, ഇതൊക്കെ എക്സാമിന് ഇങ്ങനെ നമുക്ക് എന്താ ഈ ഒരു എക്സാമ്പിൾ വൈസ് ഇട്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ 2 ടൈപ്പ്, എമർജൻസി അഡ്മിഷൻ ആൻഡ് റൊട്ടീൻ അഡ്മിഷൻ. മാം ഫോളോ അപ്പ് ഒക്കെ വരുന്നത് അതിന്റെ അകത്താണോ? ഏതാ
ഫോളോ അപ്പ്. പേഷ്യൻസിന്റെ ആണോ? ആ പേഷ്യൻസിന്റെ ഫോളോ അപ്പ് ഓൾറെഡി എല്ലാത്തിലും വരുമല്ലോ. ജസ്റ്റ് ഇവിടെ പറയുന്നതേ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് എത്തരത്തിലുള്ള പേഷ്യൻസിനെയാണ് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു എക്സാമ്പിൾ മാത്രം നമ്മളോട് പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അത് മാത്രം ഒന്ന് നോക്കിയാൽ മതിയാവും. ഓക്കെ, വേറെ എക്സ്ട്രാ ഒന്നും നിങ്ങൾക്ക് അങ്ങനെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല കേട്ടോ. അപ്പൊ ഈ എക്സാമ്പിൾ മാത്രം ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ചു നോക്കാം. എളുപ്പമാണല്ലോ. എമർജൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എമർജൻസി ആയിട്ട് വരുന്ന കേസസ് ആണെന്ന് അല്ലെ. റുട്ടീൻ എന്ന് പറയുമ്പോ എന്താണ്, അതൊരു പ്ലാനഡ് ആണ്. പ്ലാനഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡോക്ടറെ വന്ന് കണ്ടു, ചിലപ്പോ രണ്ടാമത്തെ വട്ടം ഒരു 3 days വന്ന് കഴിഞ്ഞ് ഒന്നും കൂടി കാണാൻ പറയും. ചിലപ്പോ നമ്മൾക്ക് മെഡിസിൻ തന്നു വിടും അല്ലെ. എന്നിട്ട് ചിലപ്പോ അല്ലെങ്കിൽ ഒരു 5 days മെഡിസിൻ കഴിഞ്ഞിട്ട് ഒന്നും കൂടി വരാൻ പറയും. ചിലപ്പോ ടെസ്റ്റുകള് രണ്ടാമത് റിപ്പീറ്റ് ഒന്നും കൂടി ചെയ്യിപ്പിക്കും. അപ്പോഴും എന്തെങ്കിലും വ്യത്യാസം ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും, അഡ്മിറ്റ് ചെയ്യും. അങ്ങനെയുള്ള കേസസ് ഒക്കെയാണ് ഈ റൊട്ടീൻ അഡ്മിഷനിൽ വരുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ മാം. മൂന്നാമത്തെ എക്സാമ്പിൾ എന്താ? ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ ചുമയില്ലേ, ഇപ്പൊ നമ്മളുടെ കഫ്, അതായത് ചുമ നമുക്ക് നോർമലി വരുന്ന ഒരു ചുമയല്ല. അതായത് ചിലപ്പോ 1 മാസം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ചുമ, അത് കഫക്കെട്ടിന്റെ പ്രോബ്ലംസ് ഒക്കെ വരില്ലേ. ഇപ്പൊ അതുമൂലം ഇപ്പൊ ക്ഷയം എന്നൊക്കെ വരില്ലേ. അത്രത്തോളം ഒന്നും പോകില്ല, എങ്കിലും ഒരു 3 മാസം 4 മാസം നീണ്ടു നിൽക്കുന്ന വളരെ എന്താണ് ഒരു എന്താ ശ്വാസതടസ്സം. ശ്വാസതടസ്സം ബുദ്ധിമുട്ടുകളൊക്കെ വരാം. മെയിനായിട്ട് ഈ ചുമ മൂലം അല്ലെങ്കിൽ ഈ കഫക്കെട്ട് മൂലം നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുന്നത് അഡ്മിഷൻ പ്രൊസീജിയർ കേട്ടോ. ത്രൂ OPD. OPD എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോ ഇനി അഡ്മിഷൻ ഒരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് എന്താണ് ഒത്തിരി പ്രൊസീജിയറിനൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ചാപ്റ്ററിലെ. അതുപോലെ തന്നെ സെയിം അഡ്മിറ്റ് ചെയ്യുമ്പോഴും പ്രൊസീജിയർ ഉണ്ട്. അതുപോലെ എന്താ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. എളുപ്പമാണ്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മീനിങ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് തന്നെ ഇത് വായിപ്പിച്ചിട്ട് അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടില്ലേ, അല്ലെങ്കിൽ ഇപ്പോ നിങ്ങളുടെ അറിവുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അത് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണത്. അല്ലെങ്കിൽ ഞാൻ തന്നെ എപ്പോഴും നിങ്ങൾക്ക് വായിച്ച് മീനിങ് പറയുമ്പോ അത് ചിലപ്പോ ഒരു ബോറിംഗ് ആയിട്ട് തോന്നാം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെയും കൂടി കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആക്കുന്നത്. ഓക്കെ, അപ്പോ അഡ്മിഷൻ പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് വായിക്കാത്ത ഒരാൾ വായിക്കൂ. വായിച്ചോളൂ. ഒരാൾ സ്റ്റാർട്ട് ചെയ്താൽ ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. Receiving the patient, the personnel in admitting department should greet and make the patient feel comfortable. വായിച്ചോളൂ. In emergency. In an emergency condition, no time should be wasted to start the treatment. The manner in which doctor or nurse receive the client is most important aspect of reception in the case of emergency. ഓക്കെ, എന്താണ് മനസ്സിലായത് വായിച്ചപ്പോ? മനസ്സിലായതുപോലെ പറഞ്ഞു. അഡ്മിറ്റ് ചെയ്യുന്ന ആളെ നല്ല കംഫർട്ടബിൾ ആക്കി വെക്കുക. റിസീവിംഗ് പേഷ്യന്റ് ഉദ്ദേശിക്കുന്നത് സ്വീകരിക്കുന്ന, നമ്മൾ പേഷ്യന്റിനെ സ്വീകരിക്കുകയാണ് അല്ലെ. അഡ്മിഷൻ ഹോസ്പിറ്റലിൽ റിസീവ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി എന്താണ് അവിടെ പറയുന്നത്? അത് ലാഗ് ഉണ്ടാവരുത്. അതായത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി സമയം ലാഗ് ചെയ്യരുത്. പറയണത് എന്താണ്? ഒരു ഗ്രീറ്റ് ആൻഡ് പേഷ്യന്റിനെ ഒരു കംഫർട്ടബിൾ ആക്കുക, അങ്ങനെയുള്ള ഒരു രീതിയിലൊരു അവര് റിസീവ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയുന്നത്? പറഞ്ഞോളൂ. The manner in which doctor or nurse receive the client is most important. അതായത് ആ ക്ലയന്റിനെ റിസീവ് ചെയ്യുക, അതുപോലെ അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് എന്തെങ്കിലും അത്യാവശ്യമുള്ളതാണെങ്കിൽ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ അവൈലബിൾ ആക്കി, അതായത് തടസ്സം ഉണ്ടാവാതിരിക്കുക, ഒരു കാര്യങ്ങൾക്ക് താമസം ഉണ്ടാവാതെ പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, പറഞ്ഞത് തന്നെയാണ് കേട്ടോ. ഓക്കെ, നല്ല രീതിയിൽ പറഞ്ഞു. അതായത് എന്താ റിസീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ പേഷ്യന്റിന് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അവരെ ഗ്രീറ്റ് ചെയ്യുക, റിസീവ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു നോ ടൈം ഷുഡ് ബി വേസ്റ്റഡ് അല്ലെ. അതായത് അവിടെ ഒരു ടൈം പോലും വേസ്റ്റ് ആക്കരുത്. അതായത് പെട്ടെന്ന് ക്രിട്ടിക്കലി കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ
അവിടെ എന്താ ഇപ്പൊ ഒരു കാഷ്വാലിറ്റിയിൽ നോക്കി അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആളുടെ സ്ഥിതി മോശമാവും അല്ലെ. അപ്പൊ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമിങ്ങിൽ ഇൻ കേസ് എമർജൻസി കേസസ് ഒക്കെ വരുമ്പോ എന്ത് ചെയ്യുക, അവര് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് സഡൻ നേഴ്സസും ഡോക്ടറിന്റെ ഭാഗത്തു നിന്നും നേഴ്സിന്റെ ഭാഗത്തു നിന്നും സഡൻ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നൽകുക. ഓക്കെ, നെക്സ്റ്റ് വൺ വായിക്കോ. നെക്സ്റ്റ് വൺ വായിക്കാത്ത social data. സ്റ്റാർട്ട് ചെയ്തോ, വായിച്ചോ. Recording of social data. Clerking record section records data essential for identification of client. Social data: name, age, sex, education, address, occupation, religion, income, material status, telephone number, etc. ഇതിലെ മൊത്തം അവരുടെ ഫുൾ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവരിപ്പം അഡ്മിറ്റ് ചെയ്തത് തന്നെ അവരുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് സൂക്ഷിച്ചു വെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ നെയിം, അവരുടെ പേര്, നെയിം എന്താണ്, ഏജ്, അവർ ഫീമെയിൽ ആണോ മെയിൽ ആണോ, അവരുടെ എഡ്യൂക്കേഷൻ എന്താണ്, അഡ്രസ്സ്, അവരുടെ ജോലി, അവരുടെ റിലീജിയൻ, അവരുടെ വരുമാനം, അവരുടെ മെറ്റീരിയൽ സ്റ്റാറ്റസ്, ടെലിഫോൺ നമ്പർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലെ, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്കറിയാം. സിസ്റ്റത്തിൽ അവര് നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അഡ്മിറ്റ് ആവുന്ന ടൈമില് എന്താണ് നമ്മൾ ആ ഡീറ്റെയിൽസ് അവര് കമ്പ്യൂട്ടറിൽ ചെയ്യും അല്ലെ. അതായത് നമ്മളുടെ പേര്, വയസ്സ്, ഇതുപോലെ ഫീമെയില് മെയില്, എഡ്യൂക്കേഷൻ, അഡ്രസ്സ്, ഓക്യുപ്പേഷൻ, റിലീജിയൻ, ഇൻകം അല്ലെ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യും അവര് റെക്കോർഡിങ് ഈ ഡാറ്റയിൽ അവര് ഡാറ്റ ഓൾറെഡി കളക്ട് ചെയ്യും. ഓക്കെ, അപ്പോ അഡ്മിഷൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒ പി ഡിയില് മെയിൻ ആയിട്ട് 2 പ്രോസസ്സാണ്, റിസീവിംഗ് ദ പേഷ്യന്റ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. റിസീവിംഗ് ദ പേഷ്യന്റിൽ പറയുന്നത് എന്താണ്, ഗ്രീറ്റഡ് ആൻഡ് മേക്ക് പേഷ്യന്റ് ഫീൽ, പേഷ്യന്റിന് ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ഗ്രീറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം റിസീവ് ചെയ്യുക. എമർജൻസി കണ്ടീഷനിൽ എന്താണ്, ഷുഡ് ബി ഒട്ടും തന്നെ സമയം വേസ്റ്റ് ആകാണ്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഡോക്ടറും നഴ്സും തമ്മിൽ നല്ലൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. ഇൻ കേസ് എമർജൻസി കേസസ് വരുമ്പോൾ ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാണ്ട് നല്ല രീതിയിൽ അവര് ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെ. ഇനി നമ്മൾ പറഞ്ഞു റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റയിൽ പറയുന്നത് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് വരുന്ന എല്ലാ വിശദ വിവരങ്ങളും, നെയിം, ഏജ് അല്ലെങ്കിൽ സെക്സ്, എഡ്യൂക്കേഷൻ, അഡ്രസ്, ഓക്യുപ്പേഷൻ, അങ്ങനെ വരുന്ന എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും ഡാറ്റ കളക്ട് ചെയ്യുക. ഇതാണ് റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റയിൽ വരുന്നത്. ഓക്കെ, അഡ്മിഷൻ പ്രൊസീജിയർ ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. ഈ ഒരു അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ഓരോ ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവില്ലേ അവർക്ക്, ഈ പേഷ്യൻസിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തിരക്കണം, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുക, എന്തെങ്കിലുള്ള ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഈ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ട് അല്ലെ. അപ്പോ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് എന്ന്? ഓക്കെ, ഓരോരുത്തരും ഒന്ന് വായിക്കാമോ? ഫസ്റ്റ് ഒരു 3 പോയിന്റ് ഒരാൾ വായിക്കാം കേട്ടോ. Gather patient information, name, age, sex, address, mobile number, etc. Okay. Prepare medical record. Prepare patient identification bracelet. Okay. നാലാമത്തെ കൂടി വായിച്ചോട്ടാ, ഡി കൂടി വായിച്ചോ. Consent form signed. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ എന്തായിരുന്നു? gather patient information. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് എല്ലാം പറഞ്ഞില്ലേ, ഏജ്, സെക്സ്, അഡ്രസ്, മൊബൈൽ നമ്പർ, എക്സെട്ര അല്ലെ. ഓക്കെ, സെക്കൻഡ് വൺ എന്തായിരുന്നു? പ്രിപ്പയർ മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത് പ്രിപ്പയർ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. അവരുടെ പേരൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഇത് ടാഗ് കയ്യിലിട്ട് കൊടുക്കുന്ന ഒരു, അതാണ് മാം. അതൊക്കെ എന്ത് ചെയ്യുക? അതെ, സെയിം അത് തന്നെ കേട്ടോ. അതായത് നമ്മള് ഇപ്പൊ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോഴേ ഒരു ചെറിയൊരു ടാഗ് പോലെ, ഒരു ബ്രേസ്ലെറ്റ് പോലെ നമ്മളുടെ പേരും അല്ലെങ്കിൽ ആ ഒരു അഡ്മിറ്റ് ആയ ഡേറ്റ് ഒക്കെ എഴുതിക്കൊണ്ട് അങ്ങനെ കയ്യിൽ ടാഗ് പോലെ ഇടാറില്ലേ നമ്മളറിയാം. ഡെലിവറി കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അല്ലെ, കുഞ്ഞു മാമന്മാരുടെ കയ്യിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ അപ്പയുടെ പേരും ബേബി ഓഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതില്ലേ? ആ സംഭവമാണ് ബ്രേസ്ലെറ്റ് എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടാ. ഓക്കെ ആണല്ലോ. അപ്പൊ പേഷ്യന്റിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് തയ്യാറാക്കുക. ഓക്കെ, കൺസെന്റ് ഫോം സൈൻഡ്.
കൺസെന്റ് ഫോം സൈൻ ചെയ്യണം അല്ലെ? റിലേറ്റീവ് ഒന്ന് കൺസെന്റ് ഫോം എന്ത് ചെയ്യാം, സൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 4 പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് 4 പോയിന്റ് ഒന്ന് വായിക്കാമോ? Initial orders obtained. Inform to floor ward nurse. Issue the visitors pass at the time of admission. ഓക്കെ, ഇത് 3 കേട്ടാ. അപ്പൊ ഫസ്റ്റത്തെ എന്തായിരുന്നു? ഇനിഷ്യൽ ഓർഡർ ഒബ്റ്റൈൻഡ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇനിഷ്യൽ ഓർഡർ എന്ന് പറയുന്നത് അതായത് ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രാഥമികം, ഫസ്റ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഒബ്റ്റൈൻ ചെയ്യുക. അതായത് ഫസ്റ്റില് ചെയ്യേണ്ട കാര്യം ഒരു ഓർഡർ ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. അപ്പോ ഈ പ്രാഥമിക ഓർഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. അതായത് ആ ഫസ്റ്റില് ഇന്നാണ് റിസീവ് നമ്മൾ സ്വീകരിക്കുമ്പോൾ റൂം കാണിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനാണ് ഈ പ്രാഥമിക അല്ലെങ്കിൽ ഇനിഷ്യൽ ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഏതായിരുന്നു? ഇൻഫോം ടു ഫ്ലോർ വാർഡ് നഴ്സ്. എന്താണത്? അവരെ അവിടെ ഇൻഫോം ചെയ്യുക, മറ്റേ ഫ്ലോർ വാർഡിലോട്ടാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ വാർഡിലെ ഇൻചാർജിനെ വിളിച്ച് അറിയിക്കണം അല്ലെ, ഇതിന്റെ ഒരു അഡ്മിഷന്റെ വരുന്നുണ്ട്, അപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇൻഫോം ചെയ്യുക. ഓക്കെ, അടുത്തത് ഏതായിരുന്നു? ഇഷ്യൂ the visitors pass at the time of admission. ഒരു ടൈം വേണം ഈ വിസിറ്റർ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ നമ്മളുടെ ഇഷ്ടത്തിന് പോയിട്ട് രോഗിയെ കാണാൻ പറ്റുമോ? ഇപ്പൊ രാത്രി ഒരു 10 മണിക്ക് ശേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകാര് സമ്മതിക്കോ? ഇല്ല. അപ്പൊ അതിനുള്ള ഒരു പാസും കാര്യങ്ങളും ടൈമൊക്കെ ഉണ്ട് അല്ലെ, അതൊക്കെ എന്ത് ചെയ്യുക, നിശ്ചയിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരാളൊന്ന് വായിക്കാമോ? അടുത്ത പോയിന്റ്. A minimum deposit amount is advised by the admission desk staff to be deposited at the account's cash counter. They will also draw out an estimate and guide you for selecting the relevant category of room. This amount varies depending upon the area ward in which patient is being admitted. The advance shall be adjusted against the final bill at the time of discharge. Those seeking the cashless route would have to visit the insurance desk, TPA desk for the hospitalizations of the patient. ഓക്കെ, എന്താണ് അവിടെ മനസ്സിലായത്? നിങ്ങൾ മനസ്സിലായോ? അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന ടൈമില് നമ്മൾ കുറച്ച് എമൗണ്ട് അവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡിസ്ചാർജിന്റെ ടൈമിൽ അതവര് നോക്കിയിട്ട് എത്ര കൂടുതൽ വരുന്നോ കുറവ് വരുന്നോ അപ്പൊ അതിനനുസരിച്ച് അവരത് ചെയ്തു തരുന്നാണ് പറയണത്. പിന്നെ അതായത് നമ്മൾ കോഷൻ ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയില്ലേ, നമ്മള് കോളേജിലും അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു കോഷൻ ഡെപ്പോസിറ്റ് പോലെയൊക്കെ കൊടുക്കില്ലേ. അപ്പൊ നമ്മള് കോഴ്സ് കഴിയുമ്പോ ആ കോഷൻ ഡെപ്പോസിറ്റ് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചു ലഭിക്കും ചിലപ്പോ അല്ലേ. അപ്പൊ ആ ഒരു സെയിം ഒരു ഇത് തന്നെ ഇവിടെ പറയുന്നത്, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴേ ഒരു കോഷൻ ഡെപ്പോസിറ്റ് പോലെ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരു 1000 രൂപ അവര് ഓൾറെഡി ഒരു ഡെപ്പോസിറ്റ് പോലെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ക്യാഷ് കൗണ്ടറിൽ. ഈ 1000 രൂപ വാങ്ങിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോ നമുക്ക് ടോട്ടല് റൂമിന്റെയും ഓരോ കാര്യങ്ങൾക്കും നമുക്ക് റെന്റഡ് ആയിട്ടുള്ള ചാർജസ് എടുക്കില്ലേ, മെഡിസിന്റെ ചാർജ് അല്ലെങ്കിൽ റൂം ചാർജ്, ഇപ്പൊ ഫുഡ് ഓൾറെഡി അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ചാർജ്, അങ്ങനെയുള്ള ചാർജസും അങ്ങനെ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആവുമ്പോ ഇപ്പൊ ഒരു മേ ബി ഒരു 10,000 ഒരു 10,000 രൂപയുടെ ടോട്ടൽ എമൗണ്ട് ഡിസ്ചാർജ് ബില്ല് എങ്കിൽ നമ്മൾ 1000 രൂപ ഓൾറെഡി എന്ത് ചെയ്തു, കോഷൻ ഡെപ്പോസിറ്റ് അല്ല അവർക്ക് കൊടുത്തു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ചാർജ് ചെയ്യുമ്പോ ബില്ല് പേ ചെയ്യുമ്പോ ഈ 10,000 രൂപയുടെ നമുക്ക് ബില്ല് വന്നിരുന്നെങ്കിൽ ബില്ല് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി 1000 രൂപ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ കോഷൻ ഡെപ്പോസിറ്റ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ബാലൻസ് വരുന്ന ഈ 9,000 രൂപ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി അല്ലെ. 9,000 രൂപ പേയ്മെന്റ് ചെയ്യുക, കാരണം ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് 1000 രൂപ. ഇനി മേ ബി ഇൻ കേസ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു വീഴ്ച നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന്, അതായത് എന്തെങ്കിലും എക്യുപ്മെന്റ്സിന് തകരാറ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവര്, നമ്മളൊരു കോഷൻ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടില്ലേ അതിൽ നിന്ന് ആ ഒരു പൈസയും കൂടി ഈടാക്കും. ഓക്കെ, ഇത്രയുമാണ് അതിനായിട്ട് പറയുന്നത് കേട്ടോ. ഈ TPA ഡെസ്ക് ഒന്നും ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചില പേഷ്യൻസിന് ഇൻഷുറൻസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ നമ്മൾ പറയില്ലേ ഇപ്പൊ ഇൻഷുറൻസ് ക്യാഷ്ലെസ് ആയിട്ടുള്ള റൂട്ട്, അതായത് അഡ്മിറ്റ് 24 hours അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക്
ഡിസ്ചാർജ് ആയി വരുമ്പോൾ അതിന്റെ ഇൻഷുറൻസിന്റെ പേയ്മെന്റ് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ അതൊക്കെ TPA ഡെസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ. അതായത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്ലെയിമുകളും കാര്യങ്ങളൊക്കെ ലഭിക്കില്ലേ. ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിലേ RSBY അല്ലെങ്കിൽ മറ്റേ കാരുണ്യ പ്ലസ് അങ്ങനെയൊക്കെയുള്ള ക്ലെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ലഭിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രം അല്ലെ. അത് ചിലവർക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആ ഒരു ക്ലെയിമിന്റെ ഉള്ളിൽ വരുന്ന വ്യക്തികൾക്കാണെങ്കിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ അവര് ചാർജ് ഒന്നും വേണ്ട. നമ്മൾക്ക് ഡിസ്ചാർജ് ആവുമ്പോ എന്ത് ചെയ്യും, ആ പൈസ നമുക്ക് തിരികെ നമുക്ക് എത്ര മെഡിസിനും കാര്യങ്ങളൊക്കെ എത്ര ചിലവായെന്ന് വെച്ചാൽ ആ ഒരു എമൗണ്ട് നമുക്ക് ഇൻഷുറൻസ് വഴി ലഭിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ടീച്ചർ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD, അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് OPD. അവിടെയുള്ള മെഡിക്കൽ എക്സാമിനേഷൻസ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് വെച്ചാലേ പേഷ്യൻസിന്റെ അടുത്ത് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, നേഴ്സസ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ നമ്മളുടെ അടുത്ത് വന്ന്, മരുന്ന് തരും അല്ലെങ്കിൽ BP നോക്കും, പൾസ് നോക്കും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ വന്നുകൊണ്ടിരിക്കില്ലേ പേഷ്യൻസിന്റെ അടുത്ത് നമ്മളുടെ വിവരങ്ങൾ തിരക്കാനായിട്ട്. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. ഫസ്റ്റ് പോയിന്റ് നോക്കാട്ടോ. സ്ക്രീനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, കോപ്പി ഉള്ളവർ കയ്യിൽ നോക്കാട്ടോ. ഡീറ്റെയിൽഡ് സോഷ്യൽ ആൻഡ് medical history of patient is taken by physician and recorded. Patient's temperature, BP, pulse, respiration, etc. are recorded. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഡീറ്റെയിൽഡ് സോഷ്യൽ ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി, ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു മെഡിക്കൽ ഹിസ്റ്ററി പേഷ്യന്റിന്റെ ഭാഗത്തു നിന്ന് എടുക്കും. ബൈ ഫിസിഷ്യൻ ആൻഡ് റെക്കോർഡഡ് അല്ലെ. ഫിസിഷ്യൻ ആയിരിക്കും അത് എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നഴ്സസ് ആയിരിക്കും അത് റെക്കോർഡഡ് മീൻസ് റെക്കോർഡ് ചെയ്യുക. അവരുടെ ഒരു റെക്കോർഡിംഗ് ഒരു ബുക്കില് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ നമ്മളുടെ ഒരു സമ്മറി എഴുതില്ലേ, ആ ബുക്കിൽ എഴുതും. എന്തൊക്കെയാണ് അവിടെ എഴുതുന്നത്, ടെമ്പറേച്ചർ ഒക്കെ നോക്കുമ്പോഴൊക്കെ അല്ലെ, പനിയുണ്ടോ, ടെമ്പറേച്ചർ അങ്ങനെ നമ്മൾ എങ്ങനെയാണ് ടെമ്പറേച്ചർ, BP, പൾസ് വന്ന് നോക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവിടെ കയ്യിൽ വന്ന് പിടിച്ച് നോക്കാറില്ലേ പൾസ്, അതൊക്കെ അവരുടെ ഡ്യൂട്ടിയായിട്ടോ ചെയ്യേണ്ടത്. ഇനി റെസ്പിറേഷൻ എക്സെട്ര, ശ്വാസോച്ഛ്വാസം അതിന്റെ ഒക്കെ ഒരു ഇതുണ്ടോ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ്ലി ഒരു മെഡിക്കൽ എക്സാമിനേഷനിൽ ചെയ്യുക അഡ്മിറ്റ് ചെയ്യുമ്പോൾ. Second, the necessary investigation such as X-ray, lab test is done to diagnose the diseases and prescribe the treatment. അല്ലെ, പിന്നെ എന്ത് ചെയ്യും, നെസസറി ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും. എന്തൊക്കെയാണ്, എക്സ്റേ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തും, ബ്ലഡ് ടെസ്റ്റുകൾ കൊടുക്കും അല്ലെ. ഈസ് ഡൺ ഡയഗ്നോസിസ്, എന്തിനാ, അതിലൂടെ നമ്മൾക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും, രോഗം നിർണ്ണയിക്കാൻ പറ്റും. The diseases and prescribed treatment, ഈ എക്സ്റേയുടെയും അല്ലെങ്കിൽ ലാബ് ടെസ്റ്റിന്റെയും റിപ്പോർട്ട് ഒക്കെ ചെയ്യും. ഈ നഴ്സസ് ഓൾറെഡി അവിടെ തന്നെ ഡോക്ടേഴ്സിനെ കാണിക്കും. എന്നിട്ട് അതിനുള്ള നെക്സ്റ്റ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഡോക്ടേഴ്സ് നൽകും. ഓക്കെ, എളുപ്പമാണല്ലോ പോയിന്റ്സ്, അതാണ് കൂടുതൽ വിശദീകരിക്കാതെ കേട്ടോ. Third point, those who are admitted to the hospital for further investigation and treatment to the concerned ward on the advice of the treating doctor. The ward is designed by the staff at the admission desk and entered in the case sheet. അല്ലെ, നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു വ്യക്തിനെ അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ടു കൺസേൺഡ്. ചിലപ്പോ കൺസേൺഡ് അതിൻ്റെതായ ഓരോ സ്പെഷ്യൽ വാർഡുകളൊക്കെ ഉണ്ടാവില്ലേ, കുട്ടികളുടെ വാർഡ് അല്ലെ, സർജിക്കൽ വാർഡ്, അതായത് സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വാർഡിലെ പേഷ്യൻസ് ആയിരിക്കും സർജിക്കലിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു വാർഡിലോട്ട് അഡ്വൈസ് ചെയ്യും. ട്രീറ്റ്മെന്റ്സിന് വേണ്ടി ഡോക്ടർമാരാണ് അങ്ങനെയുള്ള പേഷ്യൻസിനെ അഡ്വൈസ് ചെയ്യുക. ആ വാർഡിൽ ആരുണ്ടാവും, ഒരു സ്റ്റാഫിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ഞാൻ പറഞ്ഞു, ഒരു വാർഡിലെ ഇൻചാർജ് ഉണ്ടാകും, പിന്നെ വേറെ എക്സ്ട്രാ നേഴ്സസ് ഉണ്ടാവും. ഇൻചാർജ് ആണ് നമ്മളുടെ സമ്മറി കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യുന്നത് ആരാണ്, ഇൻചാർജ് ആണ്. ഓക്കെ, അവരാണ് ആ കേസ് ഷീറ്റ് എന്ന് പറഞ്ഞാല് ഓരോ പേഷ്യന്റിന്റെ സമ്മറി എഴുതില്ലേ, അതിനുവേണ്ടി കേസ് ഷീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. നെക്സ്റ്റ്, ട്രാൻസ്പോർട്ടിംഗ് ദ ക്ലയന്റ് ഫ്രം OPD ടു IPD. ഹലോ, ഓക്കെ പറഞ്ഞോളൂ. ഹലോ മിസ്, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ OPD എന്ന് പറഞ്ഞ ഔട്ട് പേഷ്യന്റ് അല്ലേ?
അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവര് അഡ്മിറ്റ് ആകാൻ വരുമ്പോ ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇത്? അഡ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഡോക്ടറിനെ കാണുമ്പോഴാണോ ഇതെല്ലാം ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞില്ലേ ഇൻപേഷ്യന്റിൽ നമ്മൾ പറഞ്ഞു എന്താണ് 2 ടൈപ്സ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അതായത് പെട്ടെന്നുള്ളൊരു എമർജൻസി കേസസ് നമ്മൾ ഇത് അഡ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. റെസ്പോൺസിബിലിറ്റി അല്ലേ? അപ്പൊ ആ പേഷ്യന്റ് ഓൾറെഡി അഡ്മിറ്റഡ് ആയിട്ട് പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്, റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. അപ്പൊ OPD കൊടുത്തേക്കണ എന്താ? അപ്പൊ OPD എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞില്ലേ, അതായത് എന്താ ഒരു ഡോക്ടറിന്റെ അല്ലെങ്കിൽ ഇൻഡോർ പേഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ പറഞ്ഞത്? ഇപ്പോ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ എമർജൻസി സർവീസിൽ നിന്നോ വരുന്ന ഒരു ഡോക്ടറിന്റെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിറ്റ് ചെയ്യുക. ഈ ഔട്ട് പേഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുന്നതേ വേറൊന്നല്ല, അതായത് നമ്മൾ പുറമേ നിന്ന് ചിലപ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിൽ കണ്ടിട്ട് വേറൊരു ഹോസ്പിറ്റലിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്തൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇല്ലേ, അതായത് ഓൾറെഡി അവിടെ നേരത്തെ വരുന്ന പേഷ്യൻസ് ഒക്കെ ആയിരിക്കും, പക്ഷെ അവര് പെട്ടെന്ന് തന്നെ എന്താണ് ഇപ്പൊ 3 days മരുന്നൊക്കെ കഴിച്ചിട്ട് അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അഡ്മിറ്റ് ചെയ്യുന്നതാണ് ഔട്ട് പേഷ്യന്റ് ഉദ്ദേശിക്കുന്നത്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാല് ആ ഒരു എമർജൻസിയിൽ നിന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും ആ ഒരു ഡോക്ടറിന്റെ വിലയിരുത്തൽ മൂലം അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട കേട്ടോ. IPD അതൊന്നും കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ഒന്നും എക്സാമിന് അങ്ങനെ എന്താ പറയാ ഇതിൽ കൂടുതൽ എക്സ്ട്രാ ഒന്നും ചോദിക്കാനായിട്ട് ചാൻസ് കുറവാണ് കേട്ടോ. അപ്പൊ നമ്മൾക്ക് അത്യാവശ്യം നമ്മളുടെ PDF ഉള്ളത് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ആയും അങ്ങനെ റിസ്ക് ആണല്ലോ ഓർത്ത് അങ്ങനെ പഠിക്കണ്ട കേട്ടോ. കുഴപ്പമില്ല, എളുപ്പമാണ്. നമ്മൾക്ക് ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുക കേട്ടോ. ഓക്കെ, ട്രാൻസ്പോർട്ടിങ്ങിന്റെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ്. ഒരാളൊന്ന് വായിക്കാമോ ട്രാൻസ്പോർട്ടിങ്ങിന്റെ 3 പോയിന്റ്? ഇനി വായിക്കാത്തവരാരാ? എല്ലാവർക്കും നമ്മൾ അവസരം കൊടുക്കണ്ടേ? ഓക്കെ, വായിച്ചോ? വായിക്കാത്ത ഒരു വ്യക്തികൾ വായിക്കാട്ടോ. നിങ്ങൾ എല്ലാവരും തന്നെ ഇതില് ഞാൻ വായിക്കാൻ പറയുമ്പോ പെട്ടെന്ന് ഓരോരുത്തർ വായിച്ചോളൂ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഇൻട്രാക്ഷൻ കിട്ടണ്ടേ. നമ്മൾ നേരിൽ കാണുന്നില്ലെങ്കിൽ പോലും ഒരു ഓഫ്ലൈൻ ക്ലാസ്സിന്റെ ആ ഒരു പ്രതിവിധി തന്നെ നമുക്ക് വേണം. ഓക്കെ, വായിച്ചോ. Clients who are very സ്റ്റാർട്ട് ചെയ്ത ഒരാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ പിന്നെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യാം? മ്യൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, Transporting the client from OPD to IPD. Okay, വായിച്ചു പോയിന്റ്സ്. First point, client who are not very ill and are able to walk are accompanied to ward by a nurse of attend. Okay, Second point, wheelchair should be available for those who are too sick, weak, not able to walk. അതല്ല, ക്ലയൻറ്റിന് ഇപ്പോൾ അവർ ഒരുപാട് വയ്യാകുകയാണെങ്കിൽ അവർക്ക് നടക്കാനോ ഒന്നും പറ്റുന്നില്ലെങ്കിൽ അവർ ഒരു മിനിറ്റ് ഫസ്റ്റ് പോയിന്റ് ആണോ പറയുക? അതെ. ഓക്കെ പറഞ്ഞു. ക്ലയന്റ് ഹു ആർ നോട്ട് വെരി ഇൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത്രയ്ക്ക് ക്രിട്ടിക്കൽ അല്ല അല്ലെ? നോട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഓക്കെ, പറഞ്ഞു ട്രൈ ചെയ്തോ. ഒരു മിനിറ്റ് മാം. ഓക്കെ, പറഞ്ഞു. ഇല്ല, ഇവിടെ ഞാൻ വർക്കിലാണ്. ഇപ്പൊ പെട്ടെന്നൊരു സാറ് വന്നത്, കോള് വന്നത്. ഓക്കെ. സോറി മാം, സാർ കോൾ ചെയ്യണം. ഒരു മിനിറ്റ് മാം. ഓക്കെ. നെക്സ്റ്റ് വൺ ഒരാളൊന്ന് പറയാമോ? നെക്സ്റ്റ് വൺ, wheelchair should be available for those who are too sick, weak, not able to walk. അതായത് തീരെ വയ്യ, വീക്ക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് വീൽ ചെയർ മസ്റ്റായിട്ടും പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ, clients who are brought to hospital on ambulance should be carried to their respective wards on stretchers. അതായത് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ വരുന്ന
ആളുകളെ സ്ട്രെച്ചർ പ്രൊവൈഡ് ചെയ്ത് അവരെ വാർഡിലേക്ക് ആ അനുസരിച്ചുള്ള വാർഡുകളിലേക്ക് എത്തിക്കുക. റിസീവ് ദി പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ ആ പേഷ്യന്റിനെ റിസീവ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറയാമോ? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞില്ലല്ലോ, നമ്മൾ വിട്ടുപോയല്ലോ. Clients who are not very ill are able to walk are accompanied to ward by a nurse of attendant. അതായത് ഒരു ഒത്തിരി ഇതല്ലാത്ത ഒരാള്, അതായത് ബുദ്ധിമുട്ടുള്ള നടക്കാൻ ഏബിൾ അല്ലാത്ത ഒരാൾക്ക് ഒരു നേഴ്സിന്റെ സഹായത്തോടു കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, സഹായം ചെയ്തു കൊടുക്കുക. നേഴ്സിന്റെ ഒരു സഹായം, അവർക്കൊരു സഹായം, ഒരു ഹെൽപ്പ് നേഴ്സിന്റെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മള് ട്രാൻസ്പോർട്ടിംഗ് ദ ക്ലയന്റിനകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് നേഴ്സ്. ഇനി ആ വാർഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു റൂമിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വാർഡിൽ നിൽക്കുന്ന നഴ്സസിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. എളുപ്പമാണ്, ഓരോ പോയിന്റുകളായിട്ടാണ്, ഓരോ പോയിന്റും അത് എന്താണെന്നും കൂടിയാണ് വിശദീകരിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് വൺ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഒരാൾ സ്റ്റാർട്ട് ചെയ്തേ ഫസ്റ്റ് പോയിന്റ്. വായിക്കാൻ according to needs of the patient. Prepare. Next കൂടി വായിച്ചോ. Prepare an appropriate type of bed with the adequate adjusted height of the bed. Okay, പ്രിപ്പയർ റൂം അല്ലെ, റൂമിന്റെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫസ്റ്റ് ഉത്തരവാദിത്തം. ഓക്കെ, എന്താണ് പ്രിപ്പയർ റൂമിൽ പറയുന്നത്? ക്ലീൻ ആൻഡ് വൃത്തിയായിട്ട് ഇരിക്കണം. അഡ്മിഷൻ എല്ലാം അത്യാവശ്യമായിട്ട് പേഷ്യന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അഡ്മിഷൻ പേഷ്യന്റിന്റെ ആവശ്യകത അനുസരിച്ചിട്ടുകൊണ്ട് ക്ലീൻ ആയിട്ടുള്ള റൂം വേണം. അഡ്മിഷൻ പ്രോസസ് ഒക്കെ നെസസറി ആയിട്ട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ റൂമുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുക? പേഷ്യന്റിന്റെ അപ്രോച്ച് അനുസരിച്ച് അതിന്റെ ബെഡ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിന്റെ ഹൈറ്റ് നമുക്കറിയാം ചില പേഷ്യൻസിന് ഇപ്പോ തല പൊക്കി വെക്കണം അല്ലെ, ചിലപ്പോ തല പൊക്കി വെച്ചിട്ട് കിടക്കാനായിട്ടൊക്കെ പറയും അല്ലെ, നിർദ്ദേശിക്കും അല്ലെ. അപ്പോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബെഡിന്റെ കാര്യങ്ങളൊക്കെ ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? നേഴ്സിന്റെ ഉത്തരവാദിത്തം. ഓക്കെ, നെക്സ്റ്റ് വൺ ഒന്ന് പറയൂ. അടുത്തത് ഐഡന്റിഫൈ സെൽഫ്. Identify self, welcome patient and his family with warm approach, make the patient comfortable in bed and provide him with hospital clothes and ensure adequate privacy, lessen anxiety or fear. ഓക്കെ, ഐഡന്റിഫൈ സെൽഫ് കേട്ടോ. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് പറഞ്ഞു. ഫസ്റ്റ് പോയിന്റിൽ എന്താണ് പറയുന്നത്? പേഷ്യന്റിനെയും അവരുടെ ഫാമിലിയെയും ഒരു നല്ലൊരു അപ്രോച്ചിലൂടെ വെൽക്കം ചെയ്യണം. പിന്നെ ഒരു പേഷ്യന്റിനെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ക്ലോത്ത്സും അതിന് ആവശ്യമായിട്ടുള്ള പ്രൈവസി നൽകണം. പിന്നെ അതിനെ ആൻസൈറ്റി ഓർ ഫിയറും ഉത്കണ്ഠയും ഫിയറൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നോക്കണം, കുറയ്ക്കുക അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? പേഷ്യന്റിനെ നല്ല രീതിയിൽ തന്നെ റിസീവ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡുകൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ക്ലോത്ത്സ് അല്ലെ, ഈ മറ്റേ നമ്മളുടെ ഒരു പേഷ്യന്റ് നമ്മൾ അഡ്മിറ്റ് ആകുമ്പോഴേ അവരെന്ത് ചെയ്യും? അവര് പുതിയ ബെഡിലല്ലേ ബെഡ്ഷീറ്റുകളും ബെഡ്ഷീറ്റും അല്ലെങ്കിൽ ആ തലയുടെ കവർ പില്ലോ കവറൊക്കെ മാറ്റി ചെയ്യുന്നതൊക്കെ ആക്കി പുതിയതൊക്കെ ഇട്ട് തരില്ലേ? ഇപ്പൊ ഒരു പേഷ്യന്റ് ഓൾറെഡി കിടന്നു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നെക്സ്റ്റ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ചെയ്യില്ലല്ലോ. അതൊക്കെ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് അവര് നെക്സ്റ്റ് പുതിയതൊരെണ്ണം നല്ലതൊരെണ്ണം പുതിയ പേഷ്യന്റ് അഡ്മിറ്റ് ആകുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞു ഫിയർ അല്ലെ, അതായത് ഒരു വ്യക്തിനെ അഡ്മിറ്റ് ചെയ്യുമ്പോ ഒരു നഴ്സ് വന്നുകൊണ്ട് ഇങ്ങനെ കൂടോളും മറ്റൊരാഴ്ച കുറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുവാണെങ്കിലും ഇല്ല, അവരുടെ ഓൾറെഡി ഉള്ള അസുഖം എന്ത് ചെയ്യും? കൂടെയാണ് ചെയ്യണത് അങ്ങനെ ടെൻഷൻ അടിപ്പിച്ചാല്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ പേടിയൊന്നും വരുത്താതെ നല്ല രീതിയിൽ അവർക്കൊരു ഒരു സന്തോഷകരമായ രീതിയിലായിരിക്കണം ഒരു നഴ്സിന്റെ ഭാഗത്ത് മ്യൂട്ട് ചെയ്യാൻ പറയും, ഒന്നും കേൾക്കാല്ല. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഞാൻ പറഞ്ഞല്ലോ മ്യൂട്ട് ചെയ്യട്ടെ എല്ലാവരും. ഓക്കെ അല്ലേ?
ഞാൻ നിങ്ങളോട് വായിക്കാൻ പറയുമ്പോൾ മാത്രം ഒരാൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരാൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ടോട്ടലി ഒരു ഡിസ്റ്റർബ്ഡ് ആകും. ഓക്കെ, നിങ്ങളെ കൊണ്ട് വായിപ്പിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയ ഒക്കെ കിട്ടണ്ടേ? അല്ലെങ്കിൽ ഇതിൽ ചിലപ്പോ പകുതി പേര് ചിലപ്പോ ക്ലാസ് വെറുതെ ജസ്റ്റ് കേൾക്കണം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? എല്ലാവരും തന്നെ കേട്ടോ. പക്ഷെ നിങ്ങളും കൂടി അതിനകത്ത് ഇൻക്ലൂഡഡ് ആവുമ്പോ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് ഒരിക്കലും മറക്കില്ല. ആ ഒരു ക്ലാസ് നല്ല രീതിയിൽ എന്നും മനസ്സിലാക്കാം. ഓക്കെ, ഇനി ആരാ മ്യൂട്ട് ചെയ്യാത്തത്? ഓക്കെ, ഐഡന്റിഫൈ ദ സെൽഫ്. ഇവിടെ വരെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓറിയന്റിഫിക്കേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. കാരണം അത് കുറച്ചും കൂടി പോയിന്റ്സ് വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, ഇപ്പൊ നമുക്ക് ക്ലാസ് 1 പേരായില്ലേ? അപ്പൊ ഇത്രയും വരെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മൾ ഫസ്റ്റ് തുടങ്ങി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. നോക്കാം. ഇന്ന് എടുക്കുമ്പോ ഈ ക്ലാസ് ഇന്ന് എവിടം വരെ എടുത്തോ അതുവരെ ക്ലിയർ ആയിരിക്കണം. ഇത്രയും ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഇത്രയും പേർക്ക് കേട്ടോ. ഓക്കെ, ഇനി കാണാനായിട്ട് ക്ലാസ് കാണാത്തവരുണ്ടാവുമല്ലോ, അവര് ഓൾറെഡി ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇന്ന് നമ്മൾ ഇത്രയും പേർക്ക് ഇതുവരെയുള്ള ക്ലാസ് എന്ത് ചെയ്യണം? ക്ലിയർ ആയിരിക്കണം, പക്ക ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് പിന്നീട് അത് പഠിക്കേണ്ടതായിട്ട് വരില്ല. ഇന്ന് തന്നെ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഓക്കെ, പറയട്ടെ മാം. ഓക്കെ, അത് നമുക്കൊരു MMS ഒക്കെ അല്ലേ, ഒരു ലെസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലെസണിന് വരുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നമുക്ക് എഴുതി തരാറുണ്ട് അല്ലെ, പറഞ്ഞു തരാറുണ്ട്. അതുപോലെ മാമിന്റെ 2 പോർഷൻസ് കഴിഞ്ഞില്ലേ, അപ്പൊ നമുക്ക് മോക്ക് ടെസ്റ്റിൽ ഓൾറെഡി 5 ക്വസ്റ്റ്യൻസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ആ പാഠത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ കൂടുതൽ ഹെൽപ്പ് ആവുമായിരുന്നു. എക്സ്ട്രാ അല്ല, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തന്നില്ലേ? ക്വസ്റ്റ്യൻ തന്നായിരുന്നു? 5 ക്വസ്റ്റ്യൻസ് അല്ലേ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് പറഞ്ഞു തരുന്നത് എക്സാമിന് വരുന്നത് അങ്ങനെ പറയാനുണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമായിരുന്നു പഠിക്കാൻ. നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകളും ഇത്ര മൊഡ്യൂൾസും കാര്യങ്ങളും തീർക്കണമല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു 1 hour കൊണ്ട് മാക്സിമം പോർഷൻസ് അത് എക്സാം പോർഷൻ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു തന്നാൽ മതി. ആ പാടത്തുനിന്ന് വരുന്നത് അങ്ങനെയാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി സുഖമായിരുന്നു. MMS ഒക്കെ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾക്ക് അത് പഠിക്കാൻ കൂടുതൽ എളുപ്പമാകുന്നു. പോയാ ഹലോ ഹലോ പിന്നെ ഈ എന്താണ് ക്ലാസ് റൂമിലെ ടെസ്റ്റ് ഒക്കെ ഉണ്ട് പറഞ്ഞില്ലേ, അത് ഞാൻ നോക്കുമ്പോഴേ ഒരു എന്താണ് ചോദിക്കുന്നുണ്ട്, പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡോ? അത് അടിക്കണ്ട, അതിന്റെ മുകളിൽ പോയിട്ട് ഓപ്പൺ ചെയ്താ പോരെ. ഇല്ലേ, കിട്ടണില്ലേ? നമ്മുടെ വാട്സപ്പില് നമുക്കൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി അപ്പൊ അതിനകത്ത് തന്നെ ഒരു പാസ്വേഡ് വരും. അപ്പൊ അതിനകത്ത് ജോയിൻ കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഓൾറെഡി ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറും. ക്ലാസ് റൂമിൽ കയറുന്നതല്ല, ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ ഇല്ലേ, ക്ലാസ് വർക്കിൽ ചെയ്യുന്ന ഈ ടീച്ചേഴ്സ് പറഞ്ഞ നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇല്ലല്ലോ ഞങ്ങൾക്ക്. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്ക് ഓൾറെഡി മെയിൽ വരുന്നു. മെയിലിൽ നമുക്ക് അലേർട്ട് വന്നിട്ട് നമ്മൾ അതിനകത്ത് ഓൾറെഡി കയറിയല്ലേ ചെയ്യാം. മിക്കവാറും മെയിലിന്റെ പാസ്വേഡ് ആയിരിക്കും. അങ്ങനെയാണ് വരുന്നത്, മെയിലിൽ വന്നിട്ടാ വരുന്നത്. മെയിലിൽ കയറി പിന്നെ എനിക്ക് പാസ്വേഡ് ചോദിക്കാനേ. ക്ലാസ് റൂമിൽ കയറുമ്പേ അതിലൊരു ലിങ്ക് ഉണ്ട്, അതിൽ നിൽക്കിയാൽ മതി. അല്ല, ഈ ടീച്ചേഴ്സ് പറഞ്ഞ ഈ നോട്ട്സ് ഒക്കെ ഉണ്ട് പറഞ്ഞില്ലേ, അതാ നോട്ട്സും ഈ എന്താണ് പറയാ അവർ തരുന്ന ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സിന്റെ നോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് PDF അല്ലാണ്ട് അല്ലാതെ നോട്ട്സ് ഇല്ല. ഉള്ളൂ. അതെയോ? അല്ലെ ക്ലാസ് വർക്കിനകത്ത് മോക്ക് ടെസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ, ടീച്ചറിൻ്റെതായിട്ടുള്ളത്. അപ്പൊ അവര് തരുന്ന നോട്ട്സ് അവര് തരുന്നില്ലേ? നോട്ട്സ് ഇടാ പറയുന്നുണ്ടല്ലോ. ഇംഗ്ലീഷിന്റെ നോട്ട് മാത്രമേ ക്ലാസ് റൂമിൽ ഇടുന്നുള്ളൂ. ക്ലാസ് എടുക്കുമ്പോ നമുക്ക് നോട്ട്സ് വരുന്നുണ്ട്. അതെ, മിസ്സിന്റെ നോട്ട്സ് തരാറുണ്ട്. ബാക്കി മിസ്സുമാരൊക്കെ ചിലപ്പോഴൊക്കെ ഉള്ളൂ. രമ്യ മിസ്സിന്റെ ക്ലാസ് ആണെങ്കിൽ ഓക്കെ. ആ നോട്ട്സ് കിട്ടുന്ന ഏതിലാ ഇടുന്നത്? അത് ക്ലാസ് എഴുതണോ?
എന്ത് ക്ലാസ് ടൈമിൽ തന്നെ തന്നു പോവാണ് നോട്ട്. അതല്ലാതെ ടീച്ചർ പറയണില്ലേ ഇന്ന് ഇട്ടാൽ നാളെ നിങ്ങക്ക് കിട്ടുമെന്ന് പറയണതുണ്ടല്ലോ. ഇല്ല, അങ്ങനെ ഇതുവരെ ഇട്ടിട്ടില്ല. എനിക്കറിയത്തില്ല, എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ അങ്ങനെ. അത് മോക്ക് ടെക്സ്റ്റിന്റെ കാര്യമാണ് പറയണേ, അല്ലാതെ നോട്ട്സ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളേ ഞാൻ എന്റെ കാര്യം പറഞ്ഞുതരാം. ഞാൻ മോക്ക് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ കേറിയാലേ, ഗ്രൂപ്പിൽ കേറിയാലേ, ക്ലാസ് വർക്ക് കേറിയാൽ നമ്മളോട് ഇതാ ചോദിക്കേണ്ടതെന്ന് വെച്ചിട്ടാ മെയിൽ ഐ ഡി ചോദിക്കും. മെയിൽ ഐ ഡി ചോദിച്ചിട്ട് മെയിൽ ഐ ഡി കൊടുത്താല് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പാസ്വേഡ് ചോദിക്കാണ്. ടെസ്റ്റിനകത്താണോ? ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ തുറക്കാൻ വേണ്ടിട്ട് 5 ക്വസ്റ്റ്യൻസ് ഒക്കെ അവരിടല്ലോ ഡെയിലി. അതെ, ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുമ്പോ ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തരുന്നുണ്ടല്ലോ. അതെ, അതിൽ കയറാൻ വേണ്ടി നോക്കുമ്പോ നമ്മളെ ഐ ഡി ചോദിക്കുന്നുണ്ട്. ഐ ഡി അതിൽ അടിച്ചു കൊടുത്തിട്ട് കഴിഞ്ഞ് ജോയിൻ ചെയ്താല് പിന്നെ ഒരു പാസ്വേഡ് ആണ് ചോദിക്കണത്. ആ പാസ്വേഡ് ഏതാന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അങ്ങനെ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ മറ്റേ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്കൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് വഴി ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറുമ്പോൾ ഓൾറെഡി ആ പാസ്വേഡ് നമുക്ക് ആ ബോക്സിൽ വരും. എന്നിട്ടാണ് ഒരു കോഡാണത്. എന്നിട്ടാണ് നമ്മൾ ജോയിൻ കൊടുത്താണ് ഗൂഗിൾ ക്ലാസ് റൂം നമുക്ക് ഓപ്പൺ ആവാം. എന്നിട്ടാണ് പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തുന്നത്. നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി ചോദിക്കും, ഇമെയിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നത് മാത്രമാണ്. എന്നിട്ടാണ് നമ്മൾ സബ്മിറ്റ് ഒക്കെ കൊടുക്കണം. ക്ലാസ് റൂമിൽ കയറാം. ക്ലാസ് റൂമിൽ കയറിയുള്ള കാര്യമല്ലടാ ഞാൻ പറയണേ. ക്ലാസ് റൂമിൽ കയറുന്നുണ്ട്, ഓക്കെ, അത് എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കയറാനാ പറ്റാത്തത്. അതിനൊരു പാസ്വേഡ് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ കിട്ടൂല. ആർക്കും ഫസ്റ്റ് ടൈമിൽ എനിക്കൊന്നും കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ എല്ലാവരും ടെക്നിക്കൽ കുറച്ച് ഇഷ്യൂ വന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊന്ന് സ്റ്റോപ്പായി പോയത്. ഓക്കെ, എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഓക്കെ, അപ്പൊ നമ്മളെ മിസ് പോയി. ആണോ? ഓക്കെ, നമുക്ക് കുറച്ച് ടെക്നിക്കൽ ഒരു കറണ്ടിന്റെ ഇഷ്യൂസ് വന്നു പെട്ടെന്ന്. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളും പോയെന്ന് വിചാരിച്ചു. എങ്കിൽ കുഴപ്പമില്ല, ഇത്രയും പേരുണ്ടല്ലോ. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് നോട്ട് നമ്മളെ ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു തരുന്ന PDF വെച്ച് തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ രമ്യ ടീച്ചർ നോട്ട് തരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് എക്സ്ട്രാ നമുക്ക് ഇപ്പൊ ഇതിനകത്ത് വരാത്ത പോയിന്റ്സ് ചില ടോപ്പിക്കുകളിലെ എക്സ്ട്രാ കുറച്ചും കൂടി നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോട്ട് വൈസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചും കൂടി എന്താ പറയാ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെക്ചർ നോട്ട് പോലെ വേണമെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനത് പക്ഷെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞു പോകുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാറില്ലേ? അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ഒന്ന് ലെക്ചർ നോട്ട് പോലെ ഒന്ന് എഴുതാനായിട്ടൊന്ന് ശ്രമിക്കുക. അല്ലെങ്കിൽ അതല്ല മാം ഉദ്ദേശിക്കുന്നത്, എക്സാം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന വേർഡ്സിൽ ഇതൊന്നൊരു ക്വസ്റ്റ്യൻ എക്സാമിന് വരാം അങ്ങനെ വിചാരിക്കില്ലേ? അങ്ങനെ പറയും, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് വേറെ അങ്ങനെ നമ്മൾക്ക് ഓൾറെഡി തരുന്ന നോട്ടിൽ പുറമെ അങ്ങനെ വലുതായിട്ടൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ഇതുവരെ അങ്ങനെ ക്വസ്റ്റ്യൻസ് അങ്ങനെ പുറമേ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി ഞാൻ പിന്നെ കൂടുതൽ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം ചിലപ്പോൾ എല്ലാവരും പറയാൻ പറ്റില്ല എന്ന് വരാം. പക്ഷെ കുഴപ്പമില്ല, അത് പറ്റുന്ന പോലെ ചെയ്യാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, ക്ലാസ് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? യെസ് മാം, ക്ലിയർ ആണ് ക്ലാസ്. നല്ല രീതിയിൽ എല്ലാവരും പഠിക്കാട്ടോ, നന്നായിട്ട് പഠിക്കുക. ഇന്ന് തന്നെ ഇതൊന്ന് നോക്കാട്ടോ. ഇന്ന് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഇത് പഠിച്ചു പോവാം. എന്നുവെച്ചാൽ നാളെ ഒരു ദിവസത്തേക്ക് അത് മാറ്റി വെക്കണ്ട. ഇന്ന് തന്നെ. പിന്നെ ഓൾറെഡി എല്ലാവരും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും, പല സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷെ ഒന്ന് ശ്രമിക്കുക. ഒരു അരമണിക്കൂറെങ്കിലും മതിയല്ലോ നമുക്ക് ഒരു ക്ലാസ് ഒന്ന് ഫോളോ ചെയ്ത് പോകാനായിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും അതനുസരിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. ഓക്കെ, നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ.
Okay, ma'am. Thank you. Thank you. Thank you, Thank you, ma'am. ma'am.